മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ജിഷിനും അഭിലാഷും എവിക്റ്റായി പോയപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൂടിയത് ജിസേലിൻ്റെയും ആര്യൻ്റെയും ആയിരിക്കും. കാരണം ഇവരുടെ ലവ് കോംബോ ഇത്രയും നെഗറ്റീവായിട്ടും ഇവർ ഇവിടെ നിൽക്കുന്നു. സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ എന്ന് എല്ലാവരും പറയുന്ന അഭിലാഷ് എവിക്റ്റായി പോയിരിക്കുന്നു. അത് ഇവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക തന്നെ ചെയ്യും. ഇവർ എന്തെങ്കിലും മന്ദബുദ്ധിത്തരം കാണിക്കും അല്ലെങ്കിൽ തെറ്റ് കാണിക്കുമെന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലൈവില് കല്യാണത്തെക്കുറിച്ചും ലവിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച നടക്കുകയായിരുന്നു. ആ സമയത്ത് ആര്യൻ പറയുന്നത്, ഞാൻ കല്യാണത്തിന് വയസ്സിൻ്റെ കാര്യം നോക്കില്ല, പെൺകുട്ടിയുടെ വയസ്സ് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ നോക്കുന്നത് മെൻ്റൽ ലെവൽ മാച്ച് ആകുന്നുണ്ടോ എന്നാണ്. മെൻ്റൽ ലെവൽ മാച്ചായാൽ മതി, ഞാൻ കല്യാണം കഴിക്കും, ഏജ് എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് മെൻ്റൽ ലെവൽ നോക്കും, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെവൽ നോക്കും, ഫാമിലിയും സെറ്റ് ആവണം. രണ്ട് ഫാമിലിയും തമ്മിൽ ഓക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എന്തിനാണ് നമ്മൾ ഏജൊക്കെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ, എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ജിസേലിനോട് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നത് എല്ലാവർക്കും അവരുടേതായുള്ള ഒപ്പീനിയൻ ഉണ്ട് എന്നാണ്. എന്നിട്ട് ജിസേൽ ചിരിക്കുകയാണ്. ഏജിൻ്റെ കാര്യം ആര്യൻ ഇവിടെ എടുത്തു പറയേണ്ട ഒരാവശ്യവുമില്ല. ആര്യൻ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിസേലിനെ ഉദ്ദേശിച്ച് തന്നെ ആവണം. കാരണം ഇവർ തമ്മിലുള്ള പ്രധാന പ്രശ്നം ഒരു ഏജ് തന്നെയാണ്. ശോഭ വിശ്വനാഥ് ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി വന്നപ്പോഴും ജിസേലിനോട് പറഞ്ഞത് അതുതന്നെയായിരുന്നു. ആര്യനൊരു കുട്ടിയല്ലേ, നിങ്ങൾ തമ്മിൽ ഏജ് നല്ല ഡിഫറൻസ് ഇല്ലേ, അവനെ വിട്ടേക്ക്, നീ ഇൻഡിവിജ്വലായി ഗെയിം കളിക്കേ എന്ന്. അതുകൊണ്ടൊക്കെ തന്നെ ആവാം ആര്യൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് കല്യാണത്തിന് എനിക്ക് ഏജ് പ്രശ്നമല്ല, മെൻ്റൽ ലെവൽ മാച്ചായാൽ മതി എന്ന്. കാരണം ആര്യൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ജിസേൽ എനിക്കൊരു കംഫർട്ട് സോണാണ്, ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട്, എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പോൾ അതിനർത്ഥം അവർ തമ്മിലൊരു മെൻ്റൽ ലെവൽ മാച്ചാണ്, ഏജാണ് പ്രശ്നം. ആര്യൻ ഈ കാണിച്ചത് ഒരു മണ്ടത്തരമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. കഴിഞ്ഞ ഒരാഴ്ച ആര്യൻ്റെ പെർഫോമൻസും ടാസ്കുമൊക്കെ വളരെ നല്ലതായിരുന്നു. കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടി വന്നതാണ്. അപ്പോഴാണ് ആര്യൻ ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ഇടയിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.